എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയും കൊണ്ട് നവീൻ പുറത്ത് പോവുകയാണ്. അങ്ങനെ സിദ്ധാരയായിട്ട് ഗാഥ വഴക്കിടുന്നു. അപ്പോൾ ഗാഥ പറയുന്നു, എനിക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ, ഞാൻ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. ആ സമയത്ത് സിദ്ധാര സിമിയോട് പറയും, നീയും കൂടെ ചെല്ലും, അവൾ എന്തൊക്കെ ചെയ്യുന്ന അറിയത്തില്ല, അതുകൊണ്ട് അവളെ കൂട്ടി തിരികെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഇതേ സമയത്ത് കൃഷ്ണയും നവീനും ആണെങ്കിൽ ഒരു പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നവീൻ ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണയോട് ഇങ്ങനെ പറയുന്നു. പക്ഷേ കൃഷ്ണയ്ക്കാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥമാവുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെല്ലാം നമ്മുടെ ഗാഥയാണെങ്കിൽ അവിടെ നിന്നെല്ലാം മൊബൈൽ ഷൂട്ട് ചെയ്തെടുക്കുകയാണ്. ഇവർ കെട്ടിപ്പിടിക്കുന്നതും നവീനാണെങ്കിൽ അവളുടെ കവിള് ചേർത്തിങ്ങനെ കുറേ നേരം നിൽക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ അവർ നിൽക്കുകയാണ്. അപ്പോൾ നവീൻ പറയും, ഒന്ന് ചിരിക്കണമെന്ന് പറയും. അപ്പോൾ കൃഷ്ണ ഒന്ന് ചിരിക്കാൻ പറയും, ഇത് പോരാന്ന് പറയും. അങ്ങനെ ചിരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നവീൻ പറയുന്നത്, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ പറയും, എന്താ നവീൻ ചോദിക്കുക. അപ്പോൾ പറയാമല്ലോ, അവിടെ എത്തട്ടെ എന്ന് പറയാം. അങ്ങനെ അവർ വേറെ സ്പോട്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ഒരു റോസാപ്പൂ നമ്മുടെ കൃഷ്ണയുടെ നേരെ നീട്ടിയിട്ട് ഐ ലവ് യു പറയുകയാണ്. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ ദൈവത്തോട് പറയാമേ, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ദൈവമേ എന്നോട് പൊറുക്കണേ, അതുമല്ല ഞാനിത് നിരസിച്ച് കഴിഞ്ഞാൽ ഗാഥാ മേഡത്തിന് അതൊരു ഇതാവും, അതുകൊണ്ട് എന്തായാലും വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വാങ്ങുകയാണ്. വാങ്ങുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ഗാഥ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഗാഥയ്ക്കാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റാതെ ദേഷ്യവും സങ്കടവും എല്ലാം വരികയാണ്. അപ്പോൾ അങ്ങനെ നവീൻ പറയുന്ന പിന്നെ നമുക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ അവർ കാറിലേക്ക് കയറി പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നവീൻ്റെ വീട്ടിലാണെങ്കിൽ മുത്തശ്ശിയും നവീൻ്റെ അച്ഛനുമാണ് ഇങ്ങനെ സംസാരിക്കുകയാണ്. കൃഷ്ണയുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ നവീൻ്റെ അച്ഛൻ പറയുന്നു, ഞാൻ ആ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നില്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അവളുടെ അമ്മയുടെ പേര് തങ്കം എന്നാണ്. ആശുപത്രിയിൽ എന്തോ സർജറി കഴിഞ്ഞപ്പോൾ കിടക്കുകയാണ്. അപ്പം അങ്ങനെ കൃഷ്ണയുടെ കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം പറയാം. അപ്പം മുത്തശ്ശി പറയുന്നു, അന്ന് തിരുമേനി പറഞ്ഞ അങ്ങനെയല്ലല്ലോ, ഇരട്ടകളിൽ ഒരാളായിരിക്കും നമ്മളെ രക്ഷിക്കാൻ വരുന്നത്, അപ്പം അതിലെന്തോ സത്യങ്ങളുണ്ട്, നമുക്കത് കണ്ടുപിടിക്കണമെന്ന് പറയാം. അപ്പം നവീൻ്റെ അച്ഛൻ പറയും, ശരിയാണ്, നമുക്കത് കണ്ടുപിടിക്കാം, എന്തായാലും അന്വേഷിക്കാമെന്ന് പറയും. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ തങ്കത്തിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ വരികയാണ്. ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുന്നു, സർജറി കഴിഞ്ഞെങ്കിലും കൂടുതൽ നേരം കട്ടിയുള്ള പണികളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാമെന്ന് പറയുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ വരണം എന്ന് പറയും. അങ്ങനെ ഡിസ്ചാർജൊക്കെ എഴുതുകയാണ്. ഈ സമയത്ത് ഡോക്ടർ പോയി കഴിയുമ്പോൾ നമ്മുടെ തങ്ക ഗോപാലനോടും സുനന്ദയോടും പറയും, പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു ബേക്കറിയിൽ ഇറങ്ങണം, കുറച്ച് പലഹാരങ്ങൾ വാങ്ങണം എന്ന് പറയും. അപ്പോൾ ഗോപാലൻ പറയുന്നത്, തങ്കത്തിന് കഴിക്കാൻ പാടില്ലല്ലോ എന്ന് പറയും. എനിക്കല്ല, മോൾക്കും പിന്നെ നവീനും കൊടുക്കാനാണെന്ന് പറയും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ടെൻഷനാവും, എന്തൊക്കെയാണ് തങ്കം പറഞ്ഞു കൂടുന്നതെന്നൊക്കെ പറയും. അങ്ങനെ പെട്ടെന്ന് ഗോപാലൻ ഇറങ്ങിപ്പോവും, പുറകെ സുനന്ദയും പോവും. അപ്പോൾ സുനന്ദ പറയും, ഗോപാലേട്ടൻ നമ്മളിനി എന്ത് ചെയ്യും, താങ്കഴിച്ച് അന്നത്തെ പോലെ ഇറങ്ങിപ്പോയാൽ പണിയാകെ പാളി, ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയായല്ലോ, എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് അവരിങ്ങനെ വിഷമിക്കുകയാണ്. ഇതേ സമയത്ത് സിതാരയുടെ അടുത്ത് ഈ വീഡിയോ എല്ലാം കൊണ്ട് നമ്മുടെ ഗാഥ കാണിക്കുകയാണ്. എനിക്കിങ്ങനെ പറ്റത്തില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുകയാണ്. അപ്പോൾ സിതാര പറയും, ഞാൻ എന്ത് ചെയ്യാൻ, നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ പറയുമ്പോൾ കഷ്ടപ്പാടിൻ്റെ കാര്യമൊന്നും പറയണ്ട, എനിക്ക് നവീൻ്റെ അടുത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ തിരികെ നമ്മുടെ ഗാഥ നവീൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കൃഷ്ണയ്ക്ക് അവിടെ നിന്നൊരു മോചനം കിട്ടും. കൃഷ്ണ തിരിച്ചു വരുന്നു. ഗാഥ അവിടത്തേക്ക് കൃഷ്ണയെ പോലെ തന്നെ സാരിയൊക്കെ കൊടുത്ത് ചെല്ലുകയാണ്. പെട്ടെന്ന് നവീൻ ഇങ്ങനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഗാഥ തിരിഞ്ഞ് നവീനെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് നവീൻ തിരിഞ്ഞ് നോക്കുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.